بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد കഴിഞ്ഞ ദിവസം الإمام عبد الغني المقدسي റഹിമഹുള്ളയുടെ ജീവിതമാണ് ചെറിയ രൂപത്തിൽ നമ്മൾ കേട്ടത്. വേറെ ആരുടെ കൂടെയാണ് അതിൻ്റെ കൂടെ നമ്മൾ കേട്ട ചരിത്രം? ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ചരിത്രം കൂടെ നമ്മൾ കേട്ടു. അതിനുശേഷം നമ്മളുടെ ഗ്രന്ഥകാരൻ, അതായത് ഈ കിതാബിന് ഷർഹ് എഴുതിയ നമ്മളുടെ ഗ്രന്ഥകാരൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ആൽ ബസ്സാം റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അതിന് ശേഷമുള്ളത്. നമുക്കത് പെട്ടെന്ന് തന്നെ വായിച്ച് അവസാനിപ്പിക്കാം, അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഖാല തർജമത്തു ഷാരിഹ്, ഷർഹ് ചെയ്ത ആളുടെ, വിശദീകരിച്ച ആളുടെ തർജമ. എന്താണ് തർജമ? ജീവചരിത്രം. റയീസോടെ ഇവിടെ ഉണ്ടായല്ലോ. ഹുവ അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നി സാലിഹ് ഇബ്നി ഹമദ് ഇബ്നി മുഹമ്മദ് ഇബ്നി ഹമദ് ഇബ്നി ഇബ്രാഹിം ആലു ബസ്സാം. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് എന്താണ്? അബു അബ്ദുറഹ്മാൻ. വഉസ്റത്തു ആലു ബസ്സാം മിനൽ ഖബീലത്തിൽ കബീറത്തി ഷഹീറ ബനി തമീം. ബനു തമീം എന്ന വലിയ പ്രസിദ്ധമായ ഗോത്രത്തിൽപ്പെട്ടവരാണ് ആലു ബസ്സാം, ബനു തമീം ഗോത്രം. وآل بسام من أشهر الأسر النجدية في فعل الخير وبذل الإحسان. ആലു ബസ്സാം എന്ന ഈ കുടുംബം നജ്ദിലെ കുടുംബങ്ങളിൽ നന്മ ചെയ്യുന്നതിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെലവഴിക്കുന്നതിലുമൊക്കെ അവർ മുന്നിൽ അറിയപ്പെട്ട കുടുംബമാണ്. فلها ذكر حسن وسمعة طيبة في البلدان القريبة والبعيدة فمواقفها في الإحسان مشهورة وفي فعل الخير ظاهرة. ഈ കുടുംബത്തെക്കുറിച്ചുള്ള കേൾവി അടുത്തും അകലെയുമുള്ള നാട്ടുകളിൽ വളരെ നല്ലതാണ്. ഇഹ്സാനിൻ്റെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ അതിൻ്റെ നിലപാടുകൾ, ആ കുടുംബത്തിൻ്റെ നിലപാടുകൾ പ്രസിദ്ധമാണ്. وهي من أغنى الأسر وأوسعها تجارة فلها بيوتها التجارية الكبيرة في مدن الحجاز وبلدان الخليج والعراق والشام والهند وغيرها. ഈ കുടുംബം ധനം കൊണ്ടും സഹായിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അവർക്ക് കച്ചവടപരമായ കേന്ദ്രങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഹിജാസിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലും ഇറാഖിലും ഷാമിലും ഇന്ത്യയിലും ഒക്കെ. വഹാദിഹിൽ ബുയൂത്ത് മഫ്തൂഹത്തുൻ ലിദ്ദുയൂഫി വസ്സുവാരി ഹത്താ കസബത് ബിദാലിക സീതൻ ദായിഅൻ വദിക്റൻ ഹമീദ. ഈ കേന്ദ്രങ്ങളിലൊക്കെ അതിഥി സ്വീകരണവും മറ്റുമൊക്കെ നല്ലവണ്ണം ഉണ്ടായതിനാൽ തന്നെ വളരെ നല്ല പേര് അതിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. كما عرفت هذه الأسرة بمحبتها للعلم والعلماء وجمع نفائس الكتب والرغبة في الاطلاع لا سيما في التاريخ والأنساب والآداب. അതുപോലെ ഈ കുടുംബം ഇൽമിനോട്, അറിവിനോടുള്ള ഇഷ്ടത്തിനാലും പ്രസിദ്ധമാണ്, ഉലമാക്കളോടുള്ള ഇഷ്ടത്തിനാലും. അതുപോലെ ഏറ്റവും വിലപിടിപ്പുള്ള നല്ല ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നതിലും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെയും കുടുംബ പരമ്പരകളുടെയും അതുപോലെ ആദാബുകളുടെയും ഒക്കെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്നതിലും ഈ കുടുംബം പ്രസിദ്ധമാണ്. فكانت مجالسهم عامرة بالأدبيات والمسائل التاريخية والمناقشات المفيدة. ഈ കുടുംബം ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാഹിത്യവും ചരിത്രപരമായ കാര്യങ്ങളും ഉപകാരപ്രദമായ ചർച്ചകളും നിറഞ്ഞതായിരുന്നു. ശരി, ഇതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യം. അമ്മൽ മുതറജ്ജം ലഹു ഫൗലിദ ഫി മദീനത്തി ഉനൈസ.
എന്നാൽ നമ്മളുടെ ഗ്രന്ഥകാരൻ ആരെയാണോ തർജ്ജമ എഴുതിയിട്ടുള്ളത് അദ്ദേഹം ജനിച്ചത് ഉനൈസ എന്ന മദീനയിലാണ്, പട്ടണത്തിലാണ്. ഉനൈസ പട്ടണത്തിലാണ് ആരുണ്ടായിരുന്നത്? ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ കാലക്കാരനായിരുന്നു ആര്? ഇദ്ദേഹവും ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിന്റെ ഒക്കെ. وبعد سن التمييز أدخله والده كتاتيب بلده. അദ്ദേഹത്തിന് തമീസിൻ്റെ പ്രായമെത്തിയപ്പോൾ, 7 വയസ്സോളം പ്രായമെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നാട്ടിലെ മദ്രസയിൽ ചേർത്തു. കതാതീബ് എന്ന് പറഞ്ഞാൽ കുത്താബ്, അവിടുത്തെ പള്ളിക്കൂടങ്ങൾക്ക് പറയുന്ന പേരാണ്. وأشهر كتاب دخله هو كتاب الشيخ الداعية عبد الله بن محمد القرعاوي رحمه الله تعالى. അദ്ദേഹം പ്രവേശിച്ച കുത്താബുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് അശ്ശൈഖ് അദ്ദാഇയ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് അൽ ഖർആവി, അദ്ദേഹത്തിൻ്റെ കുത്താബായിരുന്നു, അദ്ദേഹത്തിൻ്റെ പള്ളിക്കൂടമായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് അൽ ഖർആവി അദ്ദേഹം പ്രസിദ്ധനായിരുന്നു സൗദി അറേബ്യയിൽ. സൗദി അറേബ്യയിലെ തെക്കൻ മേഖലകളിൽ, ജീസാൻ പോലുള്ള നാടുകളിൽ ദഅവത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ദഅവത്ത് എത്തിക്കുന്നതിൽ വളരെ വലിയ സ്ഥാനമുള്ള ആളാണ് ആര്? അബ്ദുല്ലാഹ് അൽ ഖർആവി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു അശ്ശൈഖ് അൻ-നജ്മി. നമ്മളുടെ ഒരു റിസാല ഉണ്ടല്ലോ അവിടെ, അൻ-നജ്മി റഹിമഹുല്ലാഹയുടെ മറുപടി നട്ട് അഹ്മദ് അൻ-നജ്മി റഹിമഹുല്ലാഹ് അൽ ഖർആവിയുടെ ശിഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഹാഫിദുൽ ഹകമി, അദ്ദേഹവും പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹവും അശ്ശൈഖ് അൽ ഖർആവിയുടെ ശിഷ്യനാണ്. അതുപോലുള്ള പലരും അൽ ഖർആവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അതിൽപ്പെട്ടതാണ് സെയ്ദ് അൽ മദ്ഖലി, അദ്ദേഹവും ഇമാം ഖർആവിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു. طيب ثم شرع بالقراءة على والده. പിന്നെ പിതാവിന് ഓതി കേൾപ്പിക്കലായി. പിതാവും അത്യാവശ്യം അറിവുള്ള ആളായിരിക്കും. فأكمل عليه حفظ القرآن الكريم. വാപ്പയിൽ നിന്നും, വാപ്പയുടെ അടുത്ത് നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കി, ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. وأخذ عنه مع شقيقه صالح مبادئ علم الفقه بكتاب أخصر المختصرات. ഈ അശ്ശൈഖ് അബ്ദുല്ലാഹ് അൽ ബസ്സാമിൻ്റെ സഹോദരൻ സാലിഹിൻ്റെ കൂടെ വാപ്പയുടെ കയ്യിൽ നിന്ന്, വാപ്പയുടെ പേരെന്താണ്? അബ്ദുറഹ്മാൻ അൽ ബസ്സാം. അദ്ദേഹത്തിൽ നിന്നും ഫിഖ്ഹിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു. വമബാദിഅ ഇൽമിൽ നഹ്വി, നഹ്വിൻ്റെ ആദ്യ പാഠങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ അത് നഹ്വിലേതാണ്? ഫിൽ ഇംറിത്തിയ്യ, നഹ്വുൽ നദ്മുൽ ആജുറൂമിയ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആജുറൂമിയയുടെ പദ്യരൂപമുണ്ട്. അൽ ഇംറിത്തി, അദ്ദേഹം പദ്യമാക്കിയിട്ടുണ്ട് ഈ ആജുറൂമിയയെ, അത് പഠിച്ചു. وكان والده مرجعا في السيرة النبوية والتاريخ الإسلامي والأنساب والأخبار. അദ്ദേഹത്തിൻ്റെ പിതാവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലും കുടുംബ പരമ്പരകളുടെ കാര്യത്തിലും അതുപോലെയുള്ള സംഭവങ്ങളിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അബ്ദുറഹ്മാൻ അൽ ബസ്സാം. ويحفظ من الأشعار والأخبار الشيء الكثير. ഒരുപാട് അദ്ദേഹത്തിന് ഹിഫ്ളുണ്ടായിരുന്നു. ഈ കാര്യങ്ങളുടെ കവിതകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരുപാട് ഹിഫ്ളുണ്ടായിരുന്നു. فاستفاد منه في ذلك فوائد جليلة. അദ്ദേഹം നമ്മളുടെ ഷെയ്ഖ് അബ്ദുല്ലാഹ് അൽ ബസ്സാം വാപ്പയിൽ നിന്നും ഒരുപാട് അത് പഠിച്ചു. ذلك أن مجلس أبيهما معهما عامرة بذكر قصص الأنبياء والسيرة النبوية والأخبار والأشعار. അതെന്തുകൊണ്ടാണ്? വാപ്പയുടെ കൂടെ ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ വാപ്പ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രവും കവിതകളും മുൻകാലത്തെ കവിതകളും അതുപോലെ സംഭവങ്ങളും ഒക്കെ പറയുമായിരുന്നു. وكان عند والده مكتبة طيبة استفاد منها كثيرا. ബാപ്പാക്കെന്നുണ്ടായിരുന്നു ഇൽമിയായ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൽ നിന്നും മകൻ എന്ത് ചെയ്തു? ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലൈബ്രറി ഉണ്ടാവുക എന്നത് എന്താണ്?
വേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? കുറച്ച് പൈസ ചിലവായാലും കുറച്ച് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ബുക്കുകൾ വാങ്ങി വെക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബുക്ക്, ഈ പുസ്തകം, ഈ കിതാബ്, അത് നമ്മളതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സൗദിയിൽ അതെന്താണ് കിട്ടാനുണ്ട്. അൽഹംദുലില്ലാ എനിക്കുള്ള കോപ്പി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് പോന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇനി ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. തയ്യിബ്. അതുപോലെ തന്നെ നമ്മളുടെ സ്വഹീഹുൽ മുസഫ അതിൻ്റെയും കോപ്പികൾ എന്ത് ചെയ്യുക, കയ്യിൽക്കലാക്കാൻ അത് ശ്രമിക്കുക. കാരണം എന്താണ്, അതിൽ വലിയ ഉപകാരങ്ങളുണ്ട്. കാരണം നമ്മൾ മരിച്ചാൽ നമ്മളുടെ മക്കൾക്ക് അതെന്തായിരിക്കും, നമ്മൾ ചിലപ്പോൾ വെക്കുന്ന പണത്തേക്കാൾ അവർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെടും. قرأ فيها تفسير ابن كثير والبداية والنهاية وأسد الغابة في أسماء الصحابة والعقد الفريد ومجمع الأمثال وغيرها. ലൈബ്രറിയിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, തഫ്സീർ ഇബ്നു കസീർ വായിച്ചത്, ബിദായത്ത് വന്നിഹായ വായിച്ചത്, ഉസ്ദുൽ ഗാബ ഫി അസ്മാഇ സ്വഹാബ, സ്വഹാബാക്കളുടെ പേര് പറയുന്ന ഉസ്ദുൽ ഗാബ വായിച്ചത്, വൽ അഖ്ദുൽ ഫരീദ് അദ്ദേഹം വായിച്ചത്, മജ്മഉൽ അംസാലി ഇതൊക്കെ അദ്ദേഹം വായിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ ലൈബ്രറിയിൽ നിന്നാണ്. കുല്ലു ഹാദാ ഫി സിന്നി സ്വബാ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലാണ്. ഇത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളുടെ സൽമാൻ കാട മോൻ അബ്ദുള്ളയാണ്. അബ്ദുള്ളയെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അബ്ദുള്ളക്ക് ഒരു 15 വയസ്സോ മറ്റോ ഒക്കെ ഉള്ളപ്പോൾ സിയർ ആലാമുൻ നുബലായിൻ്റെ ഏകദേശം ഒരുപാട് വോള്യങ്ങൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിലായി തന്നെ കൂടുതൽ ഇൽമിൽ മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്കും അവനും നൽകുമാറാകട്ടെ. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. നമുക്കും വായിക്കണം, അതിനെന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ثم شرع بالقراءة على الشيخ العلامة عبد الرحمن بن ناصر السعدي ناصر بن السعد رحمه الله. അതായത് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി, തഫ്സീർ സഅദി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഗ്രന്ഥകർത്താവായ അബ്ദുറഹ്മാൻ അസ്സഅദി എന്നും അസ്സഅദി എന്നും പറയും. അല്ലാഹു അലം. മുദ്ദത 8 സനവാത്ത്, 8 വർഷം ഷെയ്ഖ് നാസിർ സഅദിൻ്റെ കൂടെ അദ്ദേഹം പഠിച്ചു. അഷ്ഷേഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി അദ്ദേഹത്തിൻ്റെ പ്രമുഖനായ ശിഷ്യൻ്റെ പേരെന്താണ്? മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്. തയ്യിബ്. 8 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ത്വലബുൽ ഇൽമ് എന്ന് പറയുന്നത് ഒരു ദിവസം പോയി രണ്ടാമത്തെ ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകലല്ല ത്വലബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ. മറിച്ച് അതെന്താണ്, അത് പഠനമാണ്. അത് സബ്റോട് കൂടിയുള്ള പഠനമാണ്. ചിലപ്പോൾ വർഷങ്ങളെടുക്കും. 8 വർഷമാണ് ഒരു ഷെയ്ഖിൻ്റെ അടുക്കൽ ആര് പഠിച്ചത്, ഈ ഷെയ്ഖ് പഠിച്ചത്. തയ്യിബ്. قرأ عليه مع عموم الطلبة في التفسير والحديث وأصوله. അദ്ദേഹം മറ്റുള്ള വിദ്യാർത്ഥികളുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തഫ്സീർ, ഹദീസ്, ഹദീസിൻ്റെ ഉസൂല്, വത്തൗഹീദ്, വൽ ഫിഖ്, വഉസൂലിഹി അതായത് ഉസൂലുൽ ഫിഖ്, വന്നഹ്, വസ്സർഫ് ഇത്തരം വിഷയങ്ങളിലെല്ലാം അദ്ദേഹം പഠനം നടത്തി. ഹത്താ അദ്റക ഫീ ദാലിക കുല്ലിഹി مما جعل شيخه يصنفه من قراء المنتهى حينما جعل التلاميذ قسمين بعضهم يقرأ في المنتهى وبعضهم يقتصر في الروض المربع. അങ്ങനെ ഷെയ്ഖ് ഒരു ദിവസം ഒരിക്കൽ വിദ്യാർത്ഥികളെ 2 വിഭാഗമാക്കി. റൗദുൽ മുർബി വായിക്കുന്നവരും മുൻതഹ വായിക്കുന്നവരും. അതായത് വലിയ കിതാബ് വായിക്കുന്നവരും ചെറിയ കിതാബ് വായിക്കുന്നവരും. അങ്ങനെ അവർ വലിയ കിതാബ് വായിക്കുന്നവരിൽ ആരാക്കി? الشيخ عبد الله بن عبد الرحمن آل بسام رحمه الله. وحفظ أثناء قراءته على شيخه الشيخ عبد الرحمن السعدي. عبد الرحمن السعدي رحمه الله അടുക്കലുള്ള പഠനത്തിനിടെ അദ്ദേഹം ഹിഫ്ളാക്കിയവ, ഈ ഒരു കാലഘട്ടത്തിൽ 8 വർഷത്തിനിടയിൽ അദ്ദേഹം ഹിഫ്ളാക്കിയ കാര്യങ്ങൾ, ഒന്ന് അൽ ഖുർആൻ അൽ കരീം. ഖുർആൻ അൽ കരീം അദ്ദേഹത്തിന് നേരത്തെ തന്നെ മനപ്പാഠമുണ്ടായിരുന്നു. ബുലൂഗുൽ മറാം ഹദീദിൻ്റെ അതായത് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമാണ്.
അൽ-ഇംറീത്തിയ്യ നദ്മുൽ വറഖാത്ത് ഫി ഉസൂലുൽ ഫിഖ്. അൽ-ഇംറീത്തിയ്യ അതുപോലെ തന്നെ നദ്മുൽ വറഖാത്ത് ഫി ഉസൂലുൽ ഫിഖ് അതും അദ്ദേഹം പഠിച്ചു. മുഖ്തസറുൽ മുഖ്നി ഫിൽ ഫിഖ്, ഖത്റുൻ നദാ ഫിൻ നഹ്വി, അൽഫിയത്ത് ഇബ്നു മാലിക് ഫിൻ നഹ്വി. ഈ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഹിഫ്ള് ചെയ്തു. كما قرأ في أثناء قراءته على الشيخ عبد الرحمن السعدي على كبار تلاميذه ومنهم الشيخ الفقيه سليمان بن إبراهيم آل بسام والشيخ محمد بن عبد العزيز المطوع. ഷെയ്ഖ് സഅദി റഹിമഹുള്ളയുടെ അടുക്കൽ പഠിക്കുമ്പോൾ തന്നെ അവിടെയുള്ള വലിയ വിദ്യാർത്ഥികൾ അവരുടെ അടുക്കൽ എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹം മറ്റു കിതാബുകൾ പഠിച്ചിരുന്നു. അവിടെയുള്ള വിവരം കൂടിയ വിദ്യാർത്ഥികളുടെ അടുക്കൽ അവരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മാനി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ മുതവ്വി എന്നിവർ. فالأول بالفقه والثاني بالتوحيد والنحو. സുലൈമാൻ ബിൻ ബസ്സാം, ഇബ്രാഹിം അൽ ബസ്സാം, അദ്ദേഹം ഫിഖിൽ ആയിരുന്നു കൂടുതൽ പഠിപ്പിച്ചതെങ്കിൽ മറ്റേ ഉയർന്ന വിദ്യാർത്ഥി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ മുതവ്വി തൗഹീദും നഹ്വുമാണ് പഠിപ്പിച്ചത്. അപ്പോൾ പഠനം തന്നെയായിരുന്നു ജീവിതത്തിൽ. ജീവിതം എന്തായിരുന്നു? മുഴുവൻ സമയവും പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിനിയോഗിച്ചത്. كما قرأ في أثناء قراءته على الشيخ عبد الرحمن بن طيب ثم التحق بمدرسة دار التوحيد بالطائف. പിന്നീട് തായിഫിലുള്ള ദാറു തൗഹീദിൽ അദ്ദേഹം ചേർന്നു. فوجد فيها كبار علماء الأزهر. അവിടെ അസ്ഹറിലുള്ള വലിയ ഉലമാക്കളെ അദ്ദേഹം കണ്ടുമുട്ടി, അല്ലെങ്കിൽ അവിടെ വെച്ചു കിട്ടി. قد جلبهم إليها رئيسها العلامة الشيخ محمد بن عبد العزيز بن مانع رحمه الله تعالى. الشيخ محمد بن عبد العزيز بن مانع رحمه الله تعالى അസ്ഹറിൽ നിന്നും കൊണ്ടുവന്നവരായിരുന്നു അവർ. അസ്ഹർ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ യൂണിവേഴ്സിറ്റി. പക്ഷേ അന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ മാനി കൊണ്ടുവന്നവരിൽ എന്തുണ്ടായിരുന്നു? ചില വിഷജീവികളും ഉണ്ടായിരുന്നു. അസ്ഹറിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരുടെ ഉള്ളിൽ എന്തായിരുന്നു? ഇഖ്വാനിസമായിരുന്നു. പുറത്ത് സലഫികളാണെന്ന് അവർ കാണിക്കുകയും ചെയ്തു. അവരിൽപ്പെട്ടവരാണ് സയ്യിദ് ഖുത്ബ്, അതുപോലെയുള്ള സീഫറുൽ ഹവാലിയെ പോലുള്ള ആളുകൾ. അന്നെന്താണ്? അന്നത് എന്ത് ചെയ്തിട്ടില്ല? വ്യക്തമായിട്ടില്ല. അന്നതിന് മനസ്സിലായവരാണ് ആര്? പല ഉലമാക്കളും. അവരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഇവരുടെ ആ കാര്യങ്ങളെ എതിർക്കുമായിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയെ പോലുള്ളവർ എതിർക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും? അന്നത്തെ ഹിസ്ബികൾ എന്ത് ചെയ്യും? നേരെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാന്റെ അടുത്ത് പോവും. കണ്ടില്ലേ ഷെയ്ഖ് മുഖ്ബിൽ പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അന്നെന്താണ്? അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. തയ്യിബ്. അതുപോലെ തന്നെ ഷെയ്ഖ് അൽ ജാമി എന്നറിയപ്പെടുന്ന അദ്ദേഹവും എന്ത് ചെയ്തിരുന്നു? ഇവരെ എതിർത്തിരുന്നു. അപ്പോഴൊക്കെ മറ്റുള്ള ഉലമാക്കളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുക്കും ബാക്കിയുള്ളവർ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അവരുടെ തനിനിറം പുറത്തായി. അവസാനം സൗദി അറേബ്യ ഇഖ്വാനികളെ ബാൻ ചെയ്തു. ആ അവസ്ഥയിലേക്കെത്തി. ഇഖ്വാനികളെ കൊണ്ട് ഉലമാക്കൾക്കുണ്ടായ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഉലമാക്കൾ ഇപ്പം നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന അബ്ദുൽ സമദ് അൽ കാത്തിബ് റഹിമഹുല്ല, അദ്ദേഹമൊക്കെ അവിടെ എല്ലാവിടെയും പോയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ദർശക്കുമായിരുന്നു. ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഉലമാക്കൾ വരും പോകും. പല നാടുകളിലെ ഉലമാക്കൾ, ആ നാട്ടിലെ മാത്രമല്ല, അവർ പോകും വരും, ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇഖ്വാനികളുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അതിന് തടയിട്ടപ്പോൾ മുഴുവൻ എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കേണ്ടി വന്നു. അങ്ങനെ ഉലമാക്കൾക്ക് ഏതെങ്കിലും നിശ്ചിത സ്ഥലങ്ങളിൽ നിശ്ചിത കാര്യങ്ങൾ മാത്രം പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങി. അതിന് കാരണക്കാരായ ആരാണ്? ഇഖ്വാനികളാണ്. തയ്യിബ് മുഹമ്മദ് അമാനുൽ ജാമി, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. തയ്യിബ് അൽ ജാമി എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ എതിർക്കുന്നവർ ഇപ്പോഴും എന്താണ്? ജാമികളെന്നാണ് അവർ വിളിക്കുക. ഓൻ ജാമിയാണെന്ന് ഇപ്പോഴും അവിടെയുള്ള യുവാക്കൾ സൗദിയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ വിളിക്കുന്നത് കേൾക്കാം, ഓൻ ജാമിയാണ്. കാരണം എന്താണ്?
അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെയുള്ള ഇഖ്വാനിയത്ത് വാദിച്ച ആളുകളെ എതിർക്കുന്ന ആളുകളെ കണ്ടാൽ അപ്പോൾ പറയും അവൻ ജാമിയാണ്. മുഹമ്മദ് അമാനുൽ ജാമി, അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇവർ ചേർത്ത് വിളിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹക്കായ പാതയിലേക്ക് ആ യുവാക്കളെ എത്തിക്കുമാറാകട്ടെ. ആമീൻ. ഫഅക്മല ദിറാസതഹു ഫിൽ ഉലൂമിൽ ആതിയ, അവിടെ വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്, താഴെയുള്ള കാര്യങ്ങൾ പഠിച്ചത്. അത്തഫ്സീർ, ഉസൂലുൽ ഫിഖ്, അൽ ഹദീസ്, ഉസൂലുൽ ഹദീസ്, അത്തൗഹീദ് ബിഅൻവാഇഹി തലാത, അൽ ഫിഖ്, ഉസൂലുൽ ഫിഖ് അതായത് തഫ്സീർ, ഖുർആൻ വിശദീകരണം, ഉസൂൽ തഫ്സീർ അതിൻ്റെ ഉസൂലുകൾ, അൽ ഹദീസ് ഹദീസ്, ഉസൂലുൽ ഹദീസ് ഹദീസിൻ്റെ പിന്നെ അടിസ്ഥാനങ്ങൾ, തൗഹീദ് ബി അൻവാഇ സലാസ, തൗഹീദ് റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാ വസിഫാത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അൽ ഫിഖ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഉസൂലുൽ ഫിഖ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അസ്സിറത്തുൻ നബവിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, അത്താരിഖുൽ ഇസ്ലാമി ഇസ്ലാമിക ചരിത്രം, അന്നഹ്വു ഗ്രാമർ അറബി ഗ്രാമർ, അസ്സർഫു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം, അൽ ബലാഗ അതുപോലെ തന്നെ അറബിയുടെ വേറൊരു ഭാഗം, താരിഖുൽ അദബ് അതുപോലെ തന്നെ സാഹിത്യ ചരിത്രം. ഇതൊക്കെ അദ്ദേഹം അവിടെ നിന്നാണ് പഠിച്ചത്. ഇത് നമ്മൾ പറയുന്നത് എന്തിനാണ്, നമ്മൾക്ക് ഇതിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. ഫകാന മിൻ മശായിഖിഹി ഫി ദാരി തൗഹീദ്, ദാരി തൗഹീദിൽ അദ്ദേഹത്തിൻ്റെ മശായിഖുമാരിൽപ്പെട്ടതായിരുന്നു അശ്ശൈഖ് അബ്ദുർ റസാഖ് അഫീഫി, അശ്ശൈഖ് മുഹമ്മദ് ഹുസൈൻ അദ്ദഹബി, അശ്ശൈഖ് ഇബ്രാഹിം ഈസ, الشيخ رياض هلال، الشيخ محمد عبد الحليم، الشيخ محمد أبو سياد، الشيخ محمد قنديل، الشيخ عبد الله بن صالح الخليفي النور. واغتنم المترجم وجود هؤلاء العلماء الكبار، فكان يلاحقهم بالأسئلة والاستفسارات ويأتيهم في بيوتهم في غير وقت الدراسة. ഓക്കെ, അദ്ദേഹം ഈ ആളുകൾ ഉണ്ടായിരുന്നതിന് എന്ത് ചെയ്തു, മുതലെടുത്തു, ഉപകാരമെടുത്തു അതിൽ നിന്നും. അങ്ങനെ അദ്ദേഹം ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി ഈ ഉലമാക്കളുടെ അടുക്കൽ പോകും. ക്ലാസ്സിൻ്റെ ടൈമിലല്ല, ക്ലാസ്സിലല്ലാത്ത സമയങ്ങളിൽ നമുക്കതിൽ പാഠമുണ്ട്. നമുക്കെന്താണ്, ക്ലാസ്സുമായി കഴിഞ്ഞാൽ ക്ലാസ് അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെന്താണ്, പിന്നെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആ വിഷയം എടുക്കുമ്പോഴാണ് പിന്നെന്ത് ചെയ്യുക, അതുമായിട്ട് നമുക്കൊരു ബന്ധം വരുന്നത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, വയഅതീഹിം ഫീ ബുയൂതിഹിം, അവരുടെ വീടുകളിൽ പോകും, എന്നിട്ട് ചോദിക്കും കാര്യങ്ങൾ. ഫീ ഗൈരി വഖ്തി ദിറാസ, ദിറാസത്തിൻ്റെ സമയമല്ലാത്ത സമയങ്ങളിൽ, ലിൽ അഖ്ദി അൻഹും ഹത്താ ഇസ്തഫാദ മിൻഹും, അവരിൽ നിന്നും ഇൽമെടുക്കുവാൻ, അവരിൽ നിന്നും ഉപകാരമെടുക്കുവാൻ. കുല്ലും ഫീ മജാലിഹി വമാ തഖസ്സസ ബിഹി, ഇതെല്ലാം എല്ലാ ശൈഖുമാരും അവരുടേതായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോകുമായിരുന്നു. ثم التحق بكلية الشريعة في مكة المكرمة فزاد اهتمامه في مكة المكرمة، فزاد اهتمامه لقربه من المسجد الحرام وحلقات الدروس فيه. പിന്നീട് അദ്ദേഹം കുല്ലിയത്ത് ശരിയയിൽ പോയി, മക്കയിലുള്ള അവിടുത്തെ അന്നത്തെ കോളേജാണ് ഇൽമു പഠിക്കാൻ. അത് എന്തിൻ്റെ അടുത്താണ്, മസ്ജിദുൽ ഹറമിൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, കുല്ലിയയിലുള്ള സമയത്ത് അവിടെ നിന്ന് പഠിക്കും, എന്നിട്ടോ ബാക്കി സമയങ്ങളിലോ മസ്ജിദുൽ ഹറാമിലെ ദുറൂസുകൾ അതിലും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഫസാറ യതറദ്ദദു ബൈന മശായിഖിഹി ഫിൽ കുല്ലിയത്തി വബൈന ഹലഖാത്തി ദുറൂസ് ഫിൽ മസ്ജിദുൽ ഹറാം. പിന്നെ അദ്ദേഹം എന്തായി, കുറച്ച് കുല്ലിയയിലുള്ള സമയത്ത് അവിടുത്തെ മശായിഖന്മാർ, അത് കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിലെ മശായിഖന്മാർ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങി. ഇതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. ഫകാന മശായിഖ് മിൻ മശായിഖിഹി ഫിൽ കുല്ലിയ, കുല്ലിയയിൽ അദ്ദേഹത്തിൻ്റെ മശായിഖന്മാരിൽപ്പെട്ടവരായിരുന്നു അൽ മുഫസ്സിറുൽ കബീർ ഷെയ്ഖ് ഇബ്രാഹിം സൈദാൻ, ഷെയ്ഖുൽ അല്ലാമ മുഹമ്മദ് മുതവല്ലി ഷാറാവി, വൽ ഉസൂലിയുൽ മുത്തലിഅ് ഷെയ്ഖ് അലി ജബർ, വസ്സലഫി അൽ മുഹഖിഖ് മുഹമ്മദ് ഖലീൽ ഹറാസ്. മുഹമ്മദ് ഖലീൽ ഹറാസ് എന്ന് പറഞ്ഞാൽ അഖീദത്തുൽ വാസ്തിയയുടെ പ്രശസ്തമായ ശറഹ് എഴുതിയിട്ടുള്ള ആളാണ്. والنحوي الكبير عبد الخالق عظيمة، والعلامة اللغوي النحوي يوسف الضبع، وغيرهم من كبار العلماء في العلوم الشرعية والأصولية والعربية والأدبية. ഇത്തരം മശായിഖന്മാരുടെ അടുക്കലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. فحرص على الاستفادة وعدم إضاعة الوقت مع وجودهم، فكان لهم من مجالسهم العلمية أوفى نصيب. അദ്ദേഹം സമയം കളയാതെ
ഉലമാക്കളുടെ ജീവിതകാലം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഉലമാക്കളെ ജീവിച്ചിരിക്കുന്ന സമയം അവരാ സമയം കളയാതെ അദ്ദേഹം എന്ത് ചെയ്തു? അവരുടെ മജ്ലിസുകളിലെല്ലാം അദ്ദേഹത്തിന് വളരെ കൂടിയ സമയങ്ങളുണ്ടായിരുന്നു. മനസ്സിലായോ? وكان منذ صباه يحب مجالسة العقلاء المسنين المطلعين. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ വിവരമുള്ള, ബോധമുള്ള, പ്രായമുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. ചെറുപ്പക്കാരുടെ കൂടെയല്ല, മറിച്ച് പ്രായമുള്ളവരുടെ കൂടെ ഇരിക്കാൻ. فكان ممن أطال صحبتهم وأكثر من مجالستهم والاستفادة منهم بالتاريخ والأنساب والأخبار. അവരുടെ അടുത്ത് ഇരുന്നവരിൽ കൂടുതലിരുന്നത്, അതുപോലെ തന്നെ വയസ്സായ ആളുകളുടെ കൂടെ ഇരുന്നാലുള്ള ഒരു കാര്യം എന്താണ്? ചരിത്രങ്ങൾ കിട്ടും, അതുപോലെ കുടുംബ പരമ്പരകൾ കിട്ടും. പ്രായമുള്ള ആളുകളുടെ കൂടെ ഇരുന്നാലുള്ള ലാഭം അതാണ്. അതുപോലെ തന്നെ എന്തുണ്ടാവും? പല കാര്യങ്ങളിലും ചെറുപ്പക്കാർ കണ്ടിട്ടില്ലാത്തത് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? വൃദ്ധരായവർ കണ്ടിട്ടുണ്ടാകും. അവരിൽപ്പെട്ടവരാണ് ഷെയ്ഖ് സലഫി മുഹമ്മദ് ഹുസൈൻ നസീഫ്, അതുപോലെ തന്നെ മആലി ഷെയ്ഖ് മുഹമ്മദ് സുറൂർ അസ്സബ്ബാൻ, അൽ മുഅർരിഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം മുഅ്തിഖ്, الراوية محمد بن علي العبيد العبيد، الشيخ إبراهيم المحمد آل بسام، الوجيه إبراهيم العبد الرحمن آل بسام، الشيخ محمد الصالح آل بسام، الشيخ സുലൈമാൻ الصالح آل ബസ്സാം. ഇവർ ലാസ്റ്റ് പറഞ്ഞ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ പിതൃവ്യന്മാരാണ്, വാപ്പയുടെ സഹോദരന്മാരാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ الصالح آل ബസ്സാം, അത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. വാപ്പയുടെ കൂടെ കുറേ ഇരിക്കുമായിരുന്നു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ മുഹമ്മദ് സുലൈമാൻ അൽ ബസ്സാം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽപ്പെട്ട ആളാണ്. وكل هؤلاء من حفظة التاريخ والأنساب والأخبار إلى ثقة تامة في نقل الأخبار والسير وعدم التحيز. ഇവരെല്ലാവരും എന്താണ്? താരീഖ്, ചരിത്രം നന്നായി ഹിഫ്ളാക്കിയവരും അതുപോലെ തന്നെ വിശ്വസ്തയോടുകൂടി അത് എത്തിച്ചു കൊടുത്തവരുമാണ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. في عام 1374 تخرج المترجم من كلية الشريعة وعين قاضيا في المحكمة المستعجلة الثالثة وقوة المجاهدين بمكة المكرمة. 1374 അദ്ദേഹം കുല്യത്ത് ശരിയയിൽ നിന്നും എന്ത് ചെയ്തു? ഖരീജായി പുറത്തു കടന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കി. അതുപോലെ തന്നെ അദ്ദേഹം മഹ്കമ അൽ മുസ്തഅജല, അതിൽ അദ്ദേഹം ഖാദിയായി സ്ഥാനം ഏൽപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഖുവ്വത്തുൽ മുജാഹിദീൻ എന്ന മക്കയിലെ ഒരു കാര്യത്തിലും അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ വസ്തമറ ഫിഹാ ഹത്താ ഉയ്യന റഈസൻ ലിൽ മഹ്കമത്തിൽ കുബ്റാ ലിത്വായിഫ്, ത്വായിഫിലെ വലിയ മഹ്കമയിൽ റഈസായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വസ്തമറ ഫിഹാ ഹത്താ ഉയ്യന ഖാദിയ തംയീസിൻ ഫി മഹ്കമത്തി തംയീസിൽ അഹ്കാം അശ്ശർഇയ്യ ലിൽ മൻതഖത്തി അൽ ഗർബിയ, പടിഞ്ഞാറ് ഭാഗത്തെ വലിയ തംയീസുൽ അഹ്കാം എന്ന കോടതിയിൽ അവിടെ ഖാദിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1410 وفي عام 1410 عين رئيسا لمحكمة التمييز ولا يزال فيها حتى الآن. ഇത് എഴുതുന്നത് വരെ അദ്ദേഹം എവിടെയാണ്? പിന്നെ മഹ്കമത്തു തംയീസ് എന്നതിൻ്റെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ അദ്ദേഹത്തിൻ്റെ തർജ്ജമ എഴുതുന്ന ആ സമയം വരെ അദ്ദേഹം അവിടെ തന്നെയാണുള്ളത്. അതായത് ഈ സമയത്ത് അദ്ദേഹം മരിച്ചിട്ടില്ല. 1412 ഇത് എഴുതുന്നത്. ഇപ്പോൾ ഇത് എത്രയാണ് വർഷം? 1445. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ എഴുതുന്നത്. തയ്യബ് അദ്ദേഹത്തിൻ്റെ പല സ്ഥാനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 11ഓളം സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഉദുവ്വു ഹയ്യത്തിൽ കിബാറുൽ ഉലമാ, മജ്ലിസ് ഹയ്യത്തിൽ കിബാറുൽ ഉലമയിൽ ആളായിരുന്നു, അംഗമായിരുന്നു. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലെ മുദരിസായിരുന്നു. അതുപോലെ തന്നെ ബാക്കി പല വിഷയങ്ങളും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിലുള്ള നശാത്ത്, അദ്ദേഹം ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും അതുപോലെ ഓസ്ട്രേലിയയിലും ഒക്കെ ദഅവത്തിന് വേണ്ടി സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അതിൽപ്പെട്ടതാണ് മജ്മുഅത്ത് മുഹാദറാത്ത് വബുഹൂത്ത് അൻ അൽഖാ ഫി മവാസിമി റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി വഗൈരിഹാ മിനൽ മജാമിഇ അൽ ഇൽമിയ്യത്തി വൽ ഫിഖ്ഹിയ്യ. ഇത് അദ്ദേഹത്തിൻ്റെ
മുഹാദറകളെ ക്രോഡീകരിച്ചിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. തഖ്നീൻ അശ്ശരീഅ ആഥാറുഹു വമദാറുഹു ഷറഹുൻ അല കശ്ഫി ശുബഹാത്ത്, കശ്ഫി ശുബഹാത്തിനുള്ള ഷറഹ്. ഹാഷിയ അല ഉംദത്തുൽ ഫിഖ്ഹിൽ മുവഫിഖുദ്ദീൻ ഇബ്നു ഖുദാമയുടെ ഉംദത്തുൽ ഫിഖ്ഹിന് ഷറഹ്. തൈസീറുൽ അല്ലാം ഷറഹ് ഉംദത്തുൽ അഹ്കാം. ഈ കിതാബ്, നമ്മളുടെ കിതാബിൻ്റെ പേരെന്താണ്? തൈസീറുൽ അല്ലാം ഷറഹു ഉംദത്തുൽ അഹ്കാം. നൈലുൽ മആരിബ് തഹ്ദീബ് ഉംദത്തുർ റാഗിബ്. അൽ ഇഖ്തിയാറാത്തുൽ ജലീല ഫിൽ മസായിൽ അൽ ഖിലാഫിയ്യ. തൗദീഹുൽ അഹ്കാം മിൻ ബുലൂഗുൽ മറാം. തൗദീഹുൽ അഹ്കാം മിൻ ബുലൂഗുൽ മറാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു കിതാബാണത്. ഉലമാ നജ്ദ് ഖിലാല സിത്തത്ത് ഖുറൂൻ, 6 നൂറ്റാണ്ടോളമായിട്ടുള്ള നജ്ദിലെ ഉലമാക്കളുടെ ചരിത്രം, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 6 മക്കളെ കൊടുത്തിട്ടുണ്ട്. 6 പെൺമക്കളെയും 6 ആൺമക്കളെയും 6 പെൺമക്കളെയും കൊടുത്തിട്ടുണ്ട്. മൊത്തം 12 മക്കൾ. തയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അവരുടെ നന്മ, അവർ പിതാവിന് ചെയ്യുന്ന നന്മ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് കുളിർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ചോദിക്കുന്നു, എന്താണ്? അള്ളാഹുവിൻ്റെ അസ്മാകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതുപോലെ തന്നെ മഗ്ഫിറത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിൻ്റെ മശായിഖന്മാർക്കും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ ആർക്കൊക്കെയാണോ അദ്ദേഹത്തിന് ഔദാര്യമുള്ളത് അവരോടും, അതുപോലെ തന്നെ എല്ലാ മുസ്ലിമീങ്ങൾക്കും, അതുപോലെ തന്നെ അവരുടെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ സ്ഥാനത്ത് ഒരുമിച്ച് കൂട്ടുവാനും അള്ളാഹുവിൻ്റെ കറാമത്തിൻ്റെ സ്ഥാനത്ത് ഒരുമിച്ച് കൂട്ടുവാനും, അതുപോലെ തന്നെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തൃപ്തി നൽകുവാനും, അതുപോലെ അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും, എല്ലാത്തിനും വേണ്ടി ഗ്രന്ഥകാരൻ ദുആ ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും വിളിക്കുന്ന വിളി കേൾക്കുന്നവനും അതിനുത്തരം നൽകുന്നവനുമാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇതാണ് നമ്മളുടെ ഗ്രന്ഥകാരൻ്റെ ഒരു ചെറിയ ചരിത്രം. അടുത്തതെന്താണ്? അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള ആമുഖമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ നമുക്കത് നാളെ വായിക്കാം. അതിനുശേഷം നമ്മളുടെ ഉംദത്തുൽ അഹ്കാമിൻ്റെ മുഅല്ലിഫായ അബ്ദുൽ ഗനി അൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മുഖദ്ദിമയുണ്ട്. അതിനുശേഷം നമ്മളുടെ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇലാഹുന വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.